ഇഷ്ടായോ? നമുക്ക് ചെരുപ്പില്ലേ ഞാനോട് മാസം കൊണ്ടുപോയി പിന്നെ വേറെ പരുത്തിയെടുത്ത പത്തിരി, നാടൻ പത്തിരി. നാടൻ പത്തിരി വലിയ വണ്ടൊക്കെ കോയിൽ വരത്തരല്ലേ, കുറച്ച് കട്ടിയിൽ പറ്റ കട്ടിയില്ല, വലിയ പത്തിരിയല്ല. അല്ല നിങ്ങൾ നെയ്യിട്ട് കഴിച്ചോ? ഇല്ലല്ല, നെയ്യ് ഇടണം. എന്താ കഴിക്കാത്ത? നെയ്യ് കട്ടിയിലിട്ടു വലിയ ഇഷ്ടമല്ല, നല്ല നേര് കട്ടി. എന്നാലും ഇപ്പോൾ ആ കറിയൊന്നും കാലില്ലല്ലോ, അപ്പോൾ കട്ടിയില്ല. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ടീ ബാഗ് ആണ് യൂസ് ചെയ്യൽ. അപ്പോൾ നമ്മളെ സ്ലിം ടീൻ്റെ ടീ ബാഗാണ് നമ്മളെ മാഗ്നസിൻ്റെ. നല്ല അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ നൈറ്റിലും അതുപോലെ തന്നെ മോർണിംഗും ഈ ഒരു ടീ ബാഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. വെയിറ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ളവർക്ക്, അതും ഹെൽത്തി ആയിട്ട് കുറക്കണം എന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി സംഭവമാണ് ഇത്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ടീയും കുടിക്കുന്നുണ്ട്. അത് ഡ്രൈ ലീഫാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് അത് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കുടിക്കാം. അതന്നെ നമുക്കത് രാവിലത്തെ കഴിഞ്ഞിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആ ഒരു ബാഗ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, വൈറ്റ് ടീ ആണ്. ഇതൊരു ഡ്രൈ ലീഫാണ്. അത് നമുക്ക് ഒരു 6-7 പീസ് എടുത്തിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ അത് തിളപ്പിച്ച് കുടിക്കുക കേട്ടോ. നമുക്ക് രാവിലെ ഉച്ചക്കൊക്കെ വെള്ളം കുടിക്കുന്നതിന് പകരം ഈ ഒരു വൈറ്റ് ടീ കുടിച്ചാൽ മതി. വെയിറ്റ് കൺട്രോൾ ചെയ്യാനും ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ മാഗ്നസിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഹസു ഇതാ ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്നത്. അവന് നെയ്യിട്ട പത്തിരിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവൻ്റെ സ്കൂളത്തെ കാര്യങ്ങളും പിന്നെ അത് മാത്രമല്ല, ഇതാണ് ഹസൂൻ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. ചെറുപ്പയർ ജസ്റ്റ് മുളകും ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ രാവിലെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തക്കാളി കറികളൊക്കെ. അപ്പോൾ പത്തിരിക്ക് ഉമ്മ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവം. വെക്കലാണ് കുക്കറിൽ ഉമ്മ ഇതാ ഒരു കൊട്ട ചോറ് വെന്തില്ലമ്മ. അപ്പോൾ അവനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് രാവിലത്തെ, അല്ലേ അസു? എണീറ്റിക്കുന്നോ? എണീറ്റിക്കുന്ന ചൂട്. അപ്പോൾ അസൂനെ ഒരുക്കിയിട്ട് അവനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇന്ന് ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഞാനൊരു സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പർച്ചേസിങ്ങിന് പോകുന്നുണ്ട്. അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഹസൂൻ്റെ സ്കൂൾ ബസ് വരുന്നുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് രാവിലെ തന്നെ ഇതാ അമ്മ ചാനൽ കാണാറ്, ഉമ്മാൻ്റെ വീഡിയോസ് കിട്ടോ. അപ്പം ഞാൻ ചാടിക്കും. നിങ്ങൾ ചാടിച്ചില്ലമ്മ? നിങ്ങൾ പിന്നെ നെയ്യിട്ട പത്തിരിയൊക്കെ കഴിച്ചല്ലോ നമ്മളെ കാണാതെ അല്ലേ. അപ്പം ഞാനിതാ ഗോതമ്പിൻ്റെ പുട്ടും ഇതൊക്കെ എടുത്തിട്ട് എനിക്കിന്ന് കാലിക്കറ്റ് പോകണം. അപ്പം പെട്ടെന്ന് ഇനി പരിപാടി കഴിക്കണം. അപ്പം ഉമ്മാൻ്റെ നൈസ് പത്തിരി ഇവിടെ ഉണ്ട്, പക്ഷെ അധികം എടുക്കുന്നില്ല. ഞാനിന്ന് ഗോതമ്പ് പുട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അടിച്ചേരലും അലക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കാലിക്കറ്റ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്തിനാണെന്നൊന്നും ഉമ്മാനോട് പറഞ്ഞിട്ടില്ല. ഞാൻ കാലിക്കറ്റ് പോയി വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് കാലിക്കറ്റ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എൻ്റെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ എന്തായാലും ചോറൊക്കെ കഴിച്ചിട്ടാണ് പോകണത്. ഞങ്ങൾ ഏകദേശം ഒരു 12 മണിക്ക് 12:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ നമുക്കത് അത്രയും ഇതാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെയാണ് കേട്ടോ. പരിപ്പും അതുപോലെ തന്നെ പടവലങ്ങിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ്. അതും ക്യാരറ്റ് ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാനും ഉമ്മയും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. കാലിക്കറ്റൊക്കെയാണ് പോകുന്നത്. ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് പർച്ചേസിംഗാന്ന് ചോദിച്ചാലേ, നമ്മൾ കഴിഞ്ഞ മാസം യൂട്യൂബിൽ നിന്ന് എനിക്ക് ഏണിങ്സ് കിട്ടാറുണ്ട് ഇപ്പോൾ. അപ്പോൾ വലിയതൊന്നുമില്ല, ചെറിയതുള്ളൂ. കുറേ ആൾ Q&Aയുടെ അടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയ എമൗണ്ടുകളും
പിന്നെ കൊളാബും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചതിന് ഉപ്പാക്കും ഉമ്മാക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. കഴിഞ്ഞ ദിവസം ഉമ്മാക്ക് ഞാൻ സാരിയൊക്കെ എടുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കാലിക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ഉമ്മയും ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പർച്ചേസിങ്ങിന് ഇറങ്ങുകയാണ്. കാരണം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 12 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ എത്തിയപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ട്, നല്ല വെയിലല്ലേ. അപ്പോൾ ഇവിടെ സ്ട്രോബെറി ഒക്കെ ഉണ്ട്, 50 രൂപ ഉള്ള ഒരു ബോക്സിന് കേട്ടോ. അപ്പോൾ 100 രൂപയ്ക്ക് 2 ബോക്സാന്ന് പറയാം. ഹസൂന് വാങ്ങിച്ചതാണ്, ഹസൂന് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചു. അപ്പോൾ ഞാനും ഉമ്മി SM സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ, ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ലോണം നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറേ ആയിട്ട് കാലിക്കറ്റ് SM സ്ട്രീറ്റിലൊക്കെ വന്നിട്ട്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വന്നതാണ്. ഞാൻ ഇവിടെ നിന്നാണ് കൂടുതൽ സാധനങ്ങളൊക്കെ എടുക്കാറ് കേട്ടോ, ജനകീയ വസ്ത്രാലയം. ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തൊരു കാണുക. അപ്പോൾ SM-ൽ ഒരുപാട് വ്ളോഗുകൾ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഉമ്മാക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് അടിപ്പാവാടകൾ കേട്ടോ. അപ്പം ഞാൻ അത് 2 വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ സാരി എടുത്താണ്. ഇനിയും സാരി എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഉമ്മാക്ക് ചെരുപ്പൊക്കെ എടുത്തു കൊടുക്കാനെന്നുള്ള ആ ഒരു ഇതാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തോർത്തൊക്കെ വാങ്ങേണ്ടിയിരുന്നു. ഞാനും കേട്ട് ചെമ്പട്ടി കോട്ടൺ അല്ലേ? അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷർട്ടൊക്കെ പുറത്തുനിന്ന് വേറെ ഷോപ്പിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ അതൊന്നും ഇവിടെ ഇല്ല. പിന്നെ എനിക്ക് കുറച്ച് ഇന്നർ, ഉമ്മാക്കുള്ള മാക്സി, എനിക്കും മാക്സി, അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാവർക്കും ഇപ്രാവശ്യം ഒന്ന് ഒപ്പിച്ചാന്ന് വിചാരിച്ച്. കാരണം ഉമ്മാക്ക് ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, ഉപ്പാക്ക് ഞാൻ ഇപ്പോൾ കുറേ നാളായി വാങ്ങിച്ചു കൊടുത്തിട്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാ പെരുന്നാൾക്കും ഒക്കെയാണ് ഞാൻ എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നത്. പിന്നെ ഉപ്പാക്ക് ഇവിടെ നിന്നാണ് ഞാൻ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഷോപ്പിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, അവിടെ കണ്ടൊരു ഷോപ്പിലേക്ക് നമ്മൾ കയറിയതാണ്. അപ്പോൾ ഇവിടെ ഉപ്പാക്ക് പിന്നെ കുറച്ച് ഏജുള്ള ആളല്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉള്ളതേ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഉപ്പാക്ക് ഏറ്റവും കൂടുതൽ വൈറ്റ് കൊണ്ടാണ് താല്പര്യം. അപ്പം ഞാൻ വൈറ്റ് ഷർട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ചെരുപ്പം കടയിൽ പോയിട്ട് ഉമ്മാക്ക് ഇവിടുന്ന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡൽ ചെരുപ്പാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ കുറേ ചെരുപ്പ് ഉണ്ട് കേട്ടോ, അതൊക്കെ നല്ല നല്ല ഭംഗിയുള്ളുണ്ട്. പക്ഷേ അവർ ഏജിനനുസരിച്ച് അല്ലെങ്കിൽ ഉമ്മാൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള എല്ലാം വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഒരു നോർമലി ഐറ്റംസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹസൂന് ഞാൻ കുറച്ച് എഴുതാനും വായിക്കാനൊക്കെ പറ്റിയ കുറച്ച് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആണ്, അങ്ങനത്തെ ബുക്കൊക്കെയാണ് സെലക്ട് ചെയ്തത്. കാരണം ടോയ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല എന്നറിയാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പർച്ചേസിങ്. ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ്, പപ്പാക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ ഞാൻ കാണിച്ചരാ, ഹസൂന് കാണിച്ചരാ. എന്റെ കുഞ്ഞൂനിതാ വായിക്കാൻ വേണ്ടിട്ട് അക്ഷരമാലയുടേത്. ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ട്രോബെറി നോക്കി നോക്കി. എന്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമല്ലേ സ്ട്രോബെറി. മിച്ച് കോഴിക്കോട് വാങ്ങിച്ചോണ്ടാ. 2 സ്ട്രോബെറി ഉണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? ഒന്നിപ്പോ കഴുകിയിട്ട് കഴിക്കാം നമുക്ക് കേട്ടോ. പിന്നെ എനിക്ക് വാങ്ങിയിട്ടുള്ള 2 ചെറിയ മാല, ഒരു കമ്മല്, പിന്നെ എൻ്റെ യൂസ് ചെയ്യുന്ന ഐലൈനറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ ഒരു റോസ് വാട്ടർ വാങ്ങിച്ചിട്ടു. അതൊക്കെയാണ് എനിക്ക് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയൊക്കെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഉള്ളട്ടോ. പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസാണ്. ചെരുപ്പൊക്കെ ഇഷ്ടാവോന്ന് അറിയില്ല. ചെരുപ്പ് ബോക്സ് കണ്ടപ്പോൾ ചെരുപ്പായിട്ട് തോന്നി. ഇഷ്ടാവോ നോക്കി നോക്കുക. അപ്പോൾ അവരൊട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവരെ മുഖത്തുണ്ടാവുന്ന അല്ലെങ്കിൽ അവരെ വാക്കിലുണ്ടാകുന്നതൊക്കെ ഭയങ്കര ഇതാണ്. ഉമ്മ വാങ്ങണമെന്ന് വിചാരിച്ച് എന്നോട് പറയണമെന്ന് വിചാരിച്ച സംഭവങ്ങളാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉമ്മ ആകെ ഷോക്കായി പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യമായ പാവാട. പലരൊക്കെ ശരിക്കും ഞാൻ സിമ്മില്ലാതെ പോകുന്നേ എന്ന് പറഞ്ഞിരിക്കുമ്പോഴറിഞ്ഞേ വേണ്ട ഓളി കൊണ്ട് പിക്കോളേണ്ടി അറിഞ്ഞു. നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഈ 2 സാരി. ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തന്നില്ലേ, അപ്പൊ ഞാൻ ഇപ്പൊ 2 നിങ്ങൾക്ക് ഉള്ളത്. ഒരു ചെരുപ്പിന്റെ ആവശ്യം, പാവാട. ഹാപ്പി ആയില്ലേ? വൈറ്റ് ഷർട്ട് വൈറ്റ് ആണ്. ഇട്ട് വെക്കില്ലെങ്കിൽ നമുക്ക് മാറ്റിച്ചേട്ടോ.
ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് എടുത്തരുന്നുണ്ട്. കുഞ്ഞൂസ് എവിടെ? എന്റെ കുഞ്ഞൂസിന് 2 ഇല്ലേ സ്ട്രോബെറി? ഇങ്ങനെ കുട്ടിക്ക് ചിത്രം വരക്കണ വേണോ? കളർ കൊടുക്കണ ബുക്കാണോ? അത് വാങ്ങിയണം വെച്ചി. കളർ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ കളർ ഉമ്മി വാങ്ങിച്ചിട്ടില്ല. ഇതില് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ കൊടുക്ക, ചിത്രങ്ങൾ വരക്ക, ഇത് കൂട്ടി യോജിപ്പിക്ക. CD കുട്ടികളെ ബുക്ക് ആ കേക്ക് താഴോട്ട് എടുക്കും വെച്ച് കേക്ക്. ഞാൻ എനിക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് ഇന്നറും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി. കാരണം അവരെടുത്ത് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മളെ വക ഇനിയൊരു മുട്ടുസൂചി ആയാലും കിട്ടുമ്പോൾ ഒരു വേറെ സന്തോഷം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ഞാനൊരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുകൊടുത്തതാണ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മളോട് കഴിയുന്ന രീതിയിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ആ ഒരു ഉദ്ദേശമുള്ളൂ. ഇനി അടുത്ത മാസം എന്തായാലും എൻ്റെ പപ്പക്കും ഉമ്മാക്കും വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ള പ്ലാനിങ് ആണ്. എല്ലാവർക്കും കൂടി വാങ്ങിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് എൻ്റെ കയ്യിലില്ല, എന്നാലും ഞാൻ മാക്സിമം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇക്കാക്ക് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ക്രോക്സിൻ്റെ ചെരുപ്പ്. കുറേ ദിവസമായി വാങ്ങണം നിൽക്ക പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. അതും എത്തിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടോ. അപ്പോൾ വലിയതൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എന്നെ കൂടെ കഴിയുന്ന ചെറിയ സംഭവമായാലും അത് അവർക്ക് വലിയ ഹാപ്പി ആയിട്ട് തോന്നി. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഹസൂന് ഞാൻ സ്ട്രോബെറിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചിത്രം വരക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമൊക്കെ. ഞാൻ ഒരുപാട് ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കാരണം ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ അവരെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. കാരണം വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അവൻ്റെ കൂടെ കളിക്കാനൊക്കെ. അപ്പോൾ അവന് ഇതൊക്കെ തന്നെയാണ് സംഭവം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഫാമിലി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളെ കുഞ്ഞു സന്തോഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നും നമ്മളെ വീഡിയോ ഇടാറുണ്ട്. കാണാത്തവർ താഴെ പോയിട്ട് ആ വീഡിയോസൊക്കെ കാണാം. നമ്മളെ ലൈഫിൽ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് നസ്മി വ്ളോഗിലൂടെ. അപ്പോൾ നമ്മളെ ചാനലിലും അതുപോലെ തന്നെ Q&Aയിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോനെ തൽക്കാലം വീഡിയോ വൈൻഡപ്പ്